കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഇന്നിപ്പോൾ നിർമ്മാല്യ ദർശനത്തിന് വന്നു. കുറച്ച് ഞാനും ഏകദേശം ഒന്ന് പതുക്കെ ആയി. അതുകൊണ്ട് ഇന്നിപ്പോൾ തൈലാഭിഷേകമാണ് കിട്ടിയത്. അത് ഞാൻ ഇന്നലെ ഏകദേശം ധാരണ വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ തന്നെ കുറച്ച് വൈകിട്ട് തന്നെയാണ് എത്തിയത്. അപ്പം ഒന്ന് ഭഗവാന് ആ എണ്ണ കൊണ്ട് ഉള്ള അഭിഷേകമാണ് കാണാൻ സാധിച്ചത്. അത് നല്ലൊരു കാഴ്ചയാണ്. കാരണം പ്രതീക്ഷിച്ച പോലെ തന്നെ ഒന്ന് അതിന് കാണാൻ പറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കുറച്ച് ക്യൂവിലൊക്കെ പാടെ കയറി പറ്റി വന്ന അതൊരു കാര്യമായി. എന്തായാലും ഇന്ന് നമുക്ക് കിട്ടിയത് ആ ഭഗവാന്റെ ആ ചതുർബാഹുവായ ആ വിഗ്രഹത്തിൽ ആ എണ്ണ കൊണ്ടുള്ള അഭിഷേകമാണ് കാണാൻ പറ്റിയത്. ഇന്നലെ നമുക്കിതേപോലെ ആ ശംഖാഭിഷേകം കാണാൻ പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇന്നലെ കണക്ക് കൂട്ടിയിരുന്നത് തൈലാഭിഷേകമായിരുന്നു. പക്ഷേ ഇന്നലെ കിട്ടിയില്ല. അതിപ്പോൾ ഇന്നാണ് കിട്ടിയത്. എന്തായാലും ഗുരുവായൂരപ്പൻ്റെ ഒരു നിശ്ചയം, ആ നിശ്ചയം എന്തായാലും നമുക്ക് ഭക്തർക്കും എല്ലാവർക്കും അത് പ്രധാനമാവട്ടെ. അപ്പോൾ ആ വിഗ്രഹത്തിൽ എണ്ണ കൊണ്ടുള്ള ആ ഒരു അഭിഷേകമാണ് നടക്കുന്നത്. അപ്പോൾ അത് കാണാൻ പറ്റി. അത് വളരെ ഒരു സന്തോഷകരമായ നിമിഷമാണ്. കാരണം എന്താ വെച്ചാൽ ആ മഹാപ്രഭുവിൻ്റെ യഥാർത്ഥ വിഗ്രഹം നമുക്ക് കാണാൻ പറ്റുക, ആടയാഭരണങ്ങളൊന്നും ഇല്ലാതെ കാണാൻ പറ്റുന്നത് ഈ നിർമാല്യം കഴിഞ്ഞിട്ടുള്ള ആ സമയം ആണ്. അത് കഴിഞ്ഞാൽ മലർ നിവേദ്യം കൂടി കഴിഞ്ഞാൽ പിന്നെ ഓരോ ഉഷപൂജയുടെ അഭിഷേകമായി. അപ്പോൾ ഓരോ ചെറിയ രൂപങ്ങൾ അവിടെ വരികയാണ്. ഇതിപ്പോൾ അതല്ല. ഇതിപ്പോൾ വസുദേവരും ദേവകിയും ഒക്കെ പൂജിച്ചിരുന്ന എന്താ പറയുക, ശരിക്ക് 24 ചതുർബാഹുവായ വിഗ്രഹങ്ങളാണത്രേ. അപ്പോൾ അതിൽ 21ാമത്തെ ജനാർദ്ദന വിഗ്രഹമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു വിഗ്രഹത്തെ നമുക്ക് നേരെ കാണാൻ പറ്റുക എന്ന് വെച്ചാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അതിന് സാധിച്ചു. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഭക്തരോട് എല്ലാവരോടും ഷെയർ ചെയ്യുകയാണ്. എല്ലാവരും ഇന്നിപ്പോൾ നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു തൈലാഭിഷേക സമയം നമ്മൾ കണ്ടു എന്നുള്ളത് മനസ്സുകൊണ്ട് ഈ പറയുന്ന ആ വേളയിൽ നമ്മൾ എപ്പോഴാണോ കേൾക്കുന്നത് അപ്പോൾ നമ്മൾ ആ തൈലാഭിഷേകം കാണുകയാണ് എന്ന് ചിന്തിച്ച, ഗുരുവായൂർ നടയിലാണ്, ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ് ആ തൈലാഭിഷേകം കാണുകയാണ് എന്ന് ഓരോരുത്തരും അങ്ങോട്ട് തീരുമാനിക്കുക. അപ്പോൾ അങ്ങോട്ട് തീരുമാനിച്ചാൽ നമ്മൾ ആ ഗുരുവായൂരപ്പ സന്നിധിയിൽ ആവും ആ തൈലാഭിഷേകം കാണുകയാണ്. ആ നമ്മളെ മനസ്സിലിങ്ങനെ സങ്കല്പിച്ച് നോക്കൂ, ആ കറുത്ത ആ വിഗ്രഹം, അതായത് അധികം വെളിച്ചമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു ചെറിയ നനുത്ത പ്രകാശത്തിൽ നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിന്മേലിങ്ങനെ അവർ ആ തൈലം കൊണ്ടുള്ള അഭിഷേകം നടത്തുന്നത് നമുക്ക് കാണുകയാണ്. അപ്പോൾ അത് മനസ്സിലിങ്ങനെ സങ്കല്പിച്ച് നോക്കൂ. അപ്പോൾ അത് ശരിക്കും നമ്മളെ മനസ്സിൽ അത് വരും. ഞാനിത് അപ്പോൾ പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടാണല്ലോ. അപ്പോൾ ആ പോരുമ്പോൾ നമ്മൾ കണ്ട ആ ഒരു കാഴ്ച അത് നമ്മളെ മനസ്സിലുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് വിവരിക്കുന്നത്. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ എല്ലാവിധ ഭാവുകങ്ങളും ഉണ്ടാവട്ടെ, അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.